Hello dear students, welcome to Sapphire Future Academy's Board Booster series. We are going to discuss the chapter Electrochemistry Part 4. Previous class we stop the nonce equation എഴുതാം എന്ന് പഠിച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ Mg2 plus 2 electron giving Mg എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ ഞാൻ എഴുതിയാൽ that is എൻ്റെ കയ്യിലുള്ള ഹാഫ് സെല്ല് ഒരു മഗ്നീഷ്യത്തിൻ്റെ ഹാഫ് സെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ മഗ്നീഷ്യം സൾഫേറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല, ഒരു 0.01 മോളാർ ആണ് എന്ന് വിചാരിക്കാം. ദെൻ ഈ ഒരു ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നൗൺസ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നൗൺസ് ഇക്വേഷൻ അനുസരിച്ച് നമ്മളിത് എങ്ങനെ എഴുതുക? ഈ Mg2 പ്ലസ് ബാർ Mg ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് വാല്യൂ E0 Mg2 പ്ലസ് ബാർ Mg മൈനസ് ഓക്കെ, നമുക്ക് 2.303 RT by NF എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്ത് 0.0591 എന്ന വാല്യൂയിലേക്ക് റെഡ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ N. N എന്തായിരുന്നു? ഈ ഒരു റിയാക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് N-ന് പകരം 2 എന്ന് കൊടുക്കാം. ലോഗ് മോളിലെ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ ആണ്, അത് 1 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലോഗ് 1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mg2 പ്ലസ് എന്ന് വരും അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് Mg2 പ്ലസ്. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് Mg2 പ്ലസ് എത്രയായിരിക്കും? ദാ ഇവിടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അതായിരിക്കും അവിടുത്തെ Mg2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? E ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 by 2 log 1 by 0.01 എന്ന് എഴുതി കണ്ടുപിടിക്കുന്നതായിരിക്കും ഈ ഒരു ഹാഫ് സെല്ലിൻ്റെ ഈ ഒരു കോൺസെൻട്രേഷനിലുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് ഇലക്ട്രോഡ്സിൻ്റെ വേണമെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേഷൻ സ്റ്റാൻഡേർഡ് അല്ലാത്ത ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെല്ല് കൺസ്ട്രക്ട് ചെയ്താൽ ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് വരും എന്ന് നമുക്ക് നോൺസ് ഇക്വേഷൻ അനുസരിച്ച് എഴുതാൻ സാധിക്കും. കാരണം സ്റ്റാൻഡേർഡ് അല്ലാത്ത ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലിനെ നമുക്ക് ഈ സെൽ എന്ന് എഴുതാലോ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ E0 സെൽ എന്നും, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മൾ ഈ സെൽ എന്നും എഴുതും. അതെന്ത് വരും? സ്റ്റാൻഡേർഡ് അല്ലാത്ത കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് സ്റ്റാൻഡേർഡ് അല്ലാത്ത ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത കണ്ടീഷനിലെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു സെല്ലിന് ഒരു ഇക്വേഷൻ പ്രൊവൈഡഡ് ആയിരിക്കും. അതായത് ഒരു സെൽ റിയാക്ഷൻ നമ്മൾ എഴുതാൻ പഠിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോപ്പറും സിൽവറും കൂടിയുള്ള ഒരു സെല്ലാണ് എഴുതുന്നതെങ്കിൽ Cu പ്ലസ് 2Ag പ്ലസ് ഗിവിങ് Cu2 പ്ലസ് 2Ag ഇതായിരിക്കും ആ സെല്ലിൽ നടക്കാൻ പോകുന്ന റിയാക്ഷൻ, സെൽ റിയാക്ഷൻ അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? ഈ സെല്ല് കണ്ടുപിടിക്കാം. ഈ ഒരു സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലാത്ത പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആരായിരിക്കും ആനോഡ് ആരായിരിക്കും കാഥോഡ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ Cu ഈസ് കൺവേർട്ടിംഗ് ടു Cu2 പ്ലസ്. ഈ ഒരു സെല്ലിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കോപ്പർ സിൽവർ സെല്ലാണ്, അതിൽ നടക്കുന്ന സെൽ റിയാക്ഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിൽ കോപ്പർ ആണ് ഓക്സിഡൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ റിയാക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആനോഡ് ആരാണ്? കോപ്പർ. ഇനി അടുത്തത് Ag പ്ലസ് ഇസ് കൺവേർട്ടിംഗ് ടു Ag പ്ലസ് ഇസ് കൺവേർട്ടിംഗ് ടു Ag. അപ്പോൾ Ag പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗിവിങ് Ag എന്നായിരിക്കും. ദാറ്റ് ഈസ് Ag പ്ലസിനാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കാഥോഡ് ആരാണ്? സിൽവർ ആണെന്ന് മനസ്സിലായി. ഓക്കെ,
ഓക്സിഡേഷൻ സംഭവിച്ചതുകൊണ്ട് കോപ്പർ ആനോഡും റിഡക്ഷൻ സംഭവിച്ചതുകൊണ്ട് സിൽവർ കാഥോഡുമാണെന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഈ സെല്ല് കണ്ടുപിടിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കോപ്പർ മൈനസ് ഇ സിൽവർ എന്ന് എഴുതണം അല്ലേ. ഇ കോപ്പർ മൈനസ് ഇ സിൽവർ എന്ന് എഴുതണം. ഓക്കെ, ഇ കോപ്പർ മൈനസ് ഇ സിൽവർ എന്ന് എഴുതണം. എന്നിട്ട് ഈ കോപ്പറും കണ്ടുപിടിക്കണം, ഈ സിൽവറും കണ്ടുപിടിക്കണം, ദെൻ അത് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ സെൽ റിയാക്ഷനിൽ നിന്ന് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ സെൽ റിയാക്ഷനിൽ നിന്ന് എങ്ങനെ ഈ സെൽ എഴുതും അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇ സെൽ ഇസ് ഈക്വൽ ടു, ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എഴുതിയതുപോലെ തന്നെ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ എഴുതിയത്, ഇ ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ബൈ എൻ ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്നാണ് എഴുതിയത്. ഇതേ മാനറിൽ തന്നെ ഈ ഇലക്ട്രോഡിന് പകരം ഇവിടെ ഇ സെൽ എഴുതി. ഇനി E0 ഇലക്ട്രോഡിന് പകരം ഇവിടെ E0 സെൽ എഴുതുന്നു മൈനസ് ആ ഒരു ടേമിന് ഒരു വ്യത്യാസവും ഇല്ല, 0.0591 ബൈ എൻ എന്ന് തന്നെ വരും. ഓക്കെ, ലോഗിന് ശേഷം എഴുതേണ്ട ടേം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോഗിന് ശേഷം ഇവിടെ നമ്മൾ എന്തായിരുന്നു എഴുതിയത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പോലെ പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് അതല്ലേ എഴുതിയത്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അല്ലേ എഴുതിയത്. സെയിം മാനർ ഈ ഇക്വേഷനിൽ നിന്ന് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എഴുതിയാൽ പോരെ. ഓക്കെ, അപ്പൊ അങ്ങനെ റിയാക്ഷനിൽ നിന്ന് മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോൺസ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ലോഗിന് ശേഷം കോൺസെൻട്രേഷൻ ഓഫ് എന്ത് വരും, പ്രോഡക്റ്റ് ഇവിടെ ആരൊക്കെയാ, Cu2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് അടുത്ത പ്രോഡക്റ്റ് ആരാ, സിൽവർ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ അവരുടെ സൈഡിൽ കിടക്കുന്ന കോഎഫിഷ്യന്റ് പവർ ആയിട്ട് വരില്ലേ, അതേപോലെ തന്നെ ഇവിടെയും സൈഡിൽ കിടക്കുന്ന കോഎഫിഷ്യൻസ് പവർ ആയിട്ട് കൊടുത്തോളണം. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Eg സ്ക്വയർ ഇനി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവിടെ ആരൊക്കെയാ റിയാക്ടൻസ്, കോപ്പർ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ. ഓക്കെ, ദെൻ അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ്. ഇനി Ag പ്ലസിന് കോഎഫിഷ്യന്റ് ഉണ്ട്, അത് അവിടെ പവർ ആയിട്ട് 2 Ag പ്ലസ് സ്ക്വയർ എന്ന് വരും. നോക്കിക്കേ, അപ്പൊ നമുക്കൊരു സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആനോഡും കാഥോഡും ഒന്നും തിരിച്ചറിയാതെ ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് എന്ന് എഴുതാതെ സെൽ റിയാക്ഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഈ സെല്ല് കണ്ടുപിടിക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്, നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതിയതുപോലെ തന്നെ അവിടെ ഈ ഇലക്ട്രോഡ് എഴുതുമ്പോൾ ഇവിടെ ഈ സെൽ എഴുതും, E0 ഇലക്ട്രോഡ് എഴുതുമ്പോൾ ഇവിടെ E0 സെൽ എഴുതും. മൈനസ് 0.0591 ബൈ എന്നിന് ഒരു മാറ്റവും ഇല്ല. ദെൻ ലോഗ് എഴുതുന്നതിന് ശേഷമാണ് മാറ്റം. ലോഗിന് ശേഷം നമ്മൾ ഇവിടെ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതി നമ്മൾ നോൺസ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സെല്ലിൽ നിന്ന് ഒരു സെല്ലിന്റെ നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇവിടെ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്കിതിനെ ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഞാനിതിപ്പോ ഒരു എക്സാമ്പിൾ എടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ജനറൽ റെപ്രസെന്റേഷൻ പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഏതൊരു റിയാക്ഷൻ തന്നാലും ആ ഒരു ജനറൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, എ പ്ലസ് ബി ഗിവിംഗ് സി പ്ലസ് ഡി. ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ എന്ന് വിചാരിക്കുക. ലൈക്ക് ദിസ് വൺ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ആ റിയാക്ഷനിൽ നിന്ന് എങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതും സെൽ പൊട്ടൻഷ്യൽ, ദാ ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT by NF എന്ന് എഴുതാം. അതിന് പകരം ഇപ്പം ഞാൻ 0.0591 by N ലോഗ് എന്ത് എഴുതണം, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് C
raised to C concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. ഉണ്ടോ? അപ്പോൾ ഏത് സെൽ റിയാക്ഷൻ തന്നാലും ഇതേ മാനറിൽ നമുക്ക് നോൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് ആ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലാത്ത പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു സെൽ റിയാക്ഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ, അവിടെ നമ്മൾ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഇസ് ഈക്വൽ ടു 1 എന്ന് എടുത്തില്ലേ. അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്യണം. അപ്പോൾ ഇവിടെ മെറ്റൽ ഓഫ് സിൽവറും ഉണ്ട്, മെറ്റൽ ഓഫ് കോപ്പറും ഉണ്ട് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സിൽവറും കോൺസെൻട്രേഷൻ ഓഫ് കോപ്പറും എന്ത് കൊടുക്കണം? നമ്മളിവിടെ 1 എന്ന് കൊടുക്കണം. അതൊരു കാര്യം. ദെൻ അടുത്തത് ഇവിടെ എന്ത് വരും? n എന്നുള്ളതാണ്. ഇലക്ട്രോഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് Mn++n ഇലക്ട്രോൺ എന്നുള്ള അവിടുത്തെ n ഉണ്ട്. പക്ഷെ സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ അങ്ങനെ ഒരു n അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ n എന്ത് കണ്ടുപിടിക്കും? അതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, അപ്പൊ n ഇസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു ഹാഫ് സെല്ലോ, ഒന്നില്ലെങ്കിൽ ആനോഡ് പാർട്ട് അല്ലെങ്കിൽ കാഥോഡ് പാർട്ട്, അവിടെ എത്ര ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. സെൽ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു ഹാഫ് സെൽ പാർട്ട്, ഇപ്പോ ഞാൻ കോപ്പർ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം, ഞാൻ രണ്ടും കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഞാൻ ആനോഡ് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ആനോഡ് പാർട്ടിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? Cu ഗിവിംഗ് Cu2+ ആണ് അല്ലേ. ഇവിടെ നടന്നിരിക്കുന്ന റിയാക്ഷൻ Cu ഗിവിംഗ് Cu2+ +2 ഇലക്ട്രോൺ ആയിരിക്കില്ലേ? Cu2+ ആവണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് 2 ഇലക്ട്രോൺസ് അത് ലൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ലൂസ് ചെയ്ത നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 2. അതങ്ങോട്ട് n ആയിട്ട് എടുത്താൽ മതി. n is equal to 2. ഓക്കെ, ഇനി വേണ്ട, നമുക്ക് സിൽവർ എടുത്ത് നോക്കാം. കാഥോഡ് ആണല്ലേ സിൽവർ. അപ്പൊ കാഥോഡിൽ എന്തായിരിക്കും റിയാക്ഷൻ നടന്നിരിക്കുന്നത് നോക്കിക്കോ. 2Ag+. ഇവിടത്തെ റിയാക്ഷൻ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. 2Ag+ ആണല്ലേ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് എന്തായിട്ടാ കൺവേർട്ട് ആയിരിക്കുന്നത്? 2Ag അല്ലേ. അപ്പൊ 2Ag+, 2Ag ആവണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇവിടെയും 2 ഇലക്ട്രോൺസ് അത് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാ ഇതിൽ നിന്നും n is equal to എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ ഏതെങ്കിലും ഒരു ഹാഫ് സെൽ എടുത്ത് അതിന്റെ റിയാക്ഷൻ എഴുതി നോക്കിയാൽ അവിടെ എന്ത് n വരുന്നോ അത് തന്നെയാണ് ആ റിയാക്ഷന്റെയും n. ഓക്കെ, അപ്പൊ ഇവിടെ കിടക്കുന്ന റിയാക്ഷൻ മൊത്തത്തിൽ എടുത്തോളണം. 2Ag ആണെങ്കിൽ 2Ag, 3Cu ആണെങ്കിൽ 3Cu, അതൊക്കെ എടുത്തോളണം. എന്നിട്ട് വേണം നമ്മൾ n കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവേ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ n is equal to 2 എന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഫൈനലി ഈ സെല്ലിന്റെ നോൺസ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ എന്ത് വരുന്നു നമുക്കൊന്ന് എഴുതി നോക്കാം. എന്ത് വരും? E cell is equal to E0 cell minus 0.0591 by n is equal to 2 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. by 2 എന്ന് കൊടുത്തു. log concentration of ഇവിടെ ആരെ എഴുതണം? Cu2+ എഴുതണം. എഴുതാതെ പറ്റില്ല. പക്ഷേ അടുത്ത ടേം ഇവിടെ സിൽവർ ആണ്, സിൽവർ മെറ്റൽ ആണ്. അത് വേണോ? വേണ്ട. അപ്പൊ അവിടെ 1 ആണ് അല്ലെ, ഇൻറ്റു 1 ആണ്. 1² 1 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയോ ദാ കോപ്പർ മെറ്റൽ ആണ്, അതിന്റെ കോൺസെൻട്രേഷനും 1 ആണ്. 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Ag+ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ബാക്കി ഇത്രേ വരുള്ളൂ. E is equal to E0 minus 0.0591 by 2 log concentration of Cu2+ divided by concentration of Ag+ സ്ക്വയർ. ഇത്രയേ ഇതിൻ്റെ നോൺസ് ഇക്വേഷൻ വരുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സെൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നോൺസ് ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ, ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റൂ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡാനിയൽ സെല്ലിൻ്റെ നോൺസ് ഇക്വേഷൻ എന്ത് വരും? നമ്മുടെ NCERT-യിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ഡാനിയൽ സെൽ അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ എന്ത് പഠിച്ചാലും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പം നോൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ എന്ത് വരും? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡാനിയൽ സെല്ലിൽ നമ്മൾ ആനോഡ് എടുക്കുന്നത് സിങ്ക് ആണ്, കാഥോഡ് എടുക്കുന്നത് കോപ്പർ ആണെന്ന് നമുക്കറിയാം. അത് വെച്ച് അതിന്റെ സെൽ റിയാക്ഷൻ എഴുതാനും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നോൺസ് ഇക്വേഷൻ സെൽ റിയാക്ഷൻ സിങ്ക് പ്ലസ്
2+ giving zinc 2+ Cu. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻ അല്ലേ? അപ്പൊ ഈ സെൽ റിയാക്ഷനിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാൻ അറിയാം? നോൺസ് ഇക്വേഷൻ എഴുതാൻ അറിയാം. എന്ത് വരും? E cell is equal to E0 cell minus 0.0591 by n എത്രയാന്ന് കണ്ടുപിടിക്കണം അല്ലേ? by n log എങ്ങനെയാ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുക? log c raised to c into d raised to d divided by a raised to a into b raised to b. ഇതായിരുന്നു ജനറൽ റെപ്രസെന്റേഷൻ അല്ലേ? എന്നാൽ നമ്മൾ അതിൽ നിന്ന് മെറ്റലിന്റെ കോൺസെൻട്രേഷൻ ഒഴിവാക്കി ഫൈനൽ ആയിട്ട് എഴുതും. അപ്പൊ ഇവിടെ എന്ത് വരും? E is equal to E0 minus 0.0591 by n is equal to ഇവിടെ എന്ത് വരും? സിങ്കിന്റെ നോക്കാം നമുക്ക്. സിങ്ക് എന്തായിട്ടാ മാറുന്നേ? സിങ്ക് 2+ ആയിട്ടാ മാറുന്നേ. അപ്പൊ അത് എത്ര ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ടുണ്ടാവും? 2 ഇലക്ട്രോൺസിന്. അപ്പൊ n is equal to 2 ആണ്, ഉറപ്പാണ്. അപ്പൊ താഴെ 2. ആരെങ്കിലും ഒരാളെ നോക്കി ചെയ്താൽ മതി, പിന്നെ അപ്പുറത്താളെ നോക്കേണ്ട കാര്യമില്ല. ലോഗ് ഇനി നമ്മള് പ്രോഡക്റ്റ് എഴുതണം അല്ലെ? ദാ പ്രോഡക്റ്റിന്റെ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? സിങ്ക് 2+ഉം കോപ്പറും ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പാണ് കോപ്പറിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരണ്ട. അത് മെറ്റൽ ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പൊ അതിൽ നിന്ന് ആരെ മാത്രം എഴുതിയാൽ മതി? കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവിടെ ആരൊക്കെയാണ് റിയാക്ടൻസ്? ദാ Zn-ഉം Cu2+ഉം. ഇനി നമുക്ക് മനസ്സിലായി മെറ്റൽ ആയതുകൊണ്ട് സിങ്കിനെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരണ്ട. ആരെ മാത്രം കൊണ്ടുവന്നാൽ മതി? കോൺസെൻട്രേഷൻ ഓഫ് Cu2+. ഇനി കോഎഫിഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പവർ ഒന്നും ഇല്ല. ഇതാണ് നോൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. പക്ഷേ ഇത് നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പിൽ എഴുതിയതാ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മതിയാവും. പക്ഷേ എക്സാമിനേഷന് ചിലപ്പോ ഡിറൈവ് ദ നോൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ എന്ന് പറയും. ഡിറൈവ് ദ നോൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പൊ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഏത് മെത്തേഡിൽ ചെയ്യണം? E cell is equal to E കാഥോഡ് മൈനസ് E ആനോഡ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ E കാഥോഡ് കണ്ടുപിടിക്കണം, E ആനോഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്ക്, E കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാഥോഡ് ആരാന്ന് നമുക്കറിയാം അല്ലെ? കോപ്പർ ആണ്. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ നോൺസ് ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള റിയാക്ഷൻ എന്ത് വരും? E copper is equal to E0 copper minus 2.303 RT by n ന് പകരം എന്ത് കൊടുക്കുന്നു? 2 F log മോളിൽ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ ഓഫ് Cu, താഴെ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. നോൺസ് ഇക്വേഷൻ ഫോർ കാഥോഡ് ആയി അല്ലേ? ഇനി അതുപോലെ തന്നെ നോൺസ് ഇക്വേഷൻ ഫോർ ആനോഡ് എഴുതണ്ടേ? E zinc is equal to E0 zinc മൈനസ് 2.303 RT ബൈ അവിടെയും n എത്ര തന്നെ? 2 തന്നെ. ലോഗ് മെറ്റൽ ബൈ സിങ്ക് 2+. ഓക്കെ, ഇതിപ്പോ നമുക്ക് എഴുതാൻ അറിയാം, നന്നായിട്ട് അറിയാം. ദെൻ എന്ത് ചെയ്യണം? ഈ കാഥോഡിൽ നിന്ന് ഈ ആനോഡ് കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ കോപ്പറിൽ നിന്ന് ഈ സിങ്ക് എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് വരും. ഓക്കെ, ഈ കോപ്പറിനുള്ള എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സിങ്കിനുള്ള എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. ഒപ്പം നിങ്ങൾ എഴുതി നോക്കണം. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ഒപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കണം. അപ്പൊ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? E cell is equal to എന്ത് എഴുതൂ? ദാ ഈ ടേം ആദ്യം എഴുതുന്നു, ദെൻ അതേ മൈനസ് രണ്ടാമത്തെ ടേം എഴുതുന്നു. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ദെൻ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള ടേംസ് നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരിക. അപ്പൊ അതിൽ സിമിലർ ആയിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ E0 ടേംസ് ഉണ്ടാവും. ദെൻ രണ്ടാമത്തെ ടേമും സിമിലർ ആയിട്ട് വരും. അപ്പൊ അവിടെ നമ്മൾ സിമിലർ ആയിട്ടുള്ള ടേംസ് ആദ്യം E0 കോപ്പർ മൈനസ് E0 സിങ്ക് എന്ന് കൊണ്ടുവന്നു. നിങ്ങൾ എഴുതിയതിൽ നിന്ന് E0 ടേംസ് ഒന്നിച്ചു കൊണ്ടുവരാം. P0 കോപ്പർ മൈനസ് E0 സിങ്ക് എന്ന് വരും.
അതിനുശേഷം രണ്ടാമത്തെ ടേമിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഔട്ട്സൈഡ് എടുത്തിട്ട് അതും ഒരു ടേം ആക്കുക. അപ്പൊ രണ്ടാമത്തെ ടേമിൽ രണ്ടിലും 2.303 RT/2F എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ടേംസ് ഒന്നിച്ച് എഴുതുക. ഓക്കെ, ഒന്നിച്ച് എഴുതുമ്പോൾ നമുക്ക് വരുന്നത് log cu Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ cu2 പ്ലസ് സിങ്ക് എന്നാണ് വരിക. ദെൻ നമുക്കറിയാം അതിൽ നിന്ന് മെറ്റലിന്റെ കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ബാക്കി എന്ത് വരുള്ളൂ? കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് cu2 പ്ലസ് എന്ന് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് തനിയെ ഒന്ന് നിങ്ങൾ ഈ കാഥോഡ് ഈ ആനോഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എഴുതുക. ദെൻ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് എന്നുള്ള ഫോമാറ്റിൽ ആ ഇക്വേഷൻസ് സബ്സ്ട്രാക്ട് ചെയ്യുക. ഒന്നിച്ചു വരുന്ന ടേംസ് ഒക്കെ ആദ്യം എടുത്ത് എഴുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മിനിമൈസ് ചെയ്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ഒഴിവാക്കി മെറ്റലിനും കോൺസെൻട്രേഷൻ ടേം 1 കൊടുത്ത് നമുക്കത് ഏറ്റവും ഷോർട്ടായിട്ട് എഴുതി വരുമ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ ടേം തന്നെ നമുക്ക് കിട്ടും. ഈ ടേം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നോൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല് ചെയ്യേണ്ട മെത്തേഡ്. ഇത് തനിയെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. തനിയെ നിങ്ങളൊന്ന് എഴുതി നോക്കുക, പറഞ്ഞ രീതിയിൽ എഴുതി നോക്കുക. കോമൺ ആയിട്ടുള്ളതൊക്കെ ഒന്നിച്ചെഴുതി ചെറുതാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടണം. കിട്ടിയാലേ അത് ശരിയാവുള്ളൂ. ദെൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഡാണ്, ഹാഫ് സെല്ലാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ നേൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതും? ഓക്കെ, അത് നമുക്കൊന്ന് എഴുതി നോക്കാം. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ക്യാൻ ആക്ട് ബോത്ത് ആസ് ആനോഡ് ആൻഡ് കാഥോഡ്, രണ്ടായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ നമ്മൾ നേൺസ് ഇക്വേഷൻ എഴുതുമ്പോൾ ആരായിക്കോട്ടെ, ആനോഡാണോ കാഥോഡാണോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരേ ഒരു ഇക്വേഷൻ മാത്രമാണ്. ഏത് ഇക്വേഷൻ? റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. അപ്പൊ റിഡക്ഷന്റെ സമയത്ത് ഷീ തരുന്ന ഇക്വേഷൻ 2H പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിംഗ് H2 എന്നാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് നോൺസ് ഇക്വേഷൻ എങ്ങനെ എഴുതും നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഈ എന്താണ് ഇവിടുത്തെ റിഡക്ഷൻ? H പ്ലസ് എന്തായിട്ട് മാറുന്നു? H2 ആയിട്ട് മാറുന്നു. ഈ H പ്ലസ് ബാർ H2 ഇസ് ഈക്വൽ ടു E0 H പ്ലസ് ബാർ H2 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് നമുക്കറിയാം 2.303 RT/N. N ഇവിടെ എത്രയാണ്? N is equal to 2 ആണ്. 2F log product by reactant. ഇവിടുത്തെ പ്രോഡക്റ്റ് ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ഗ്യാസ് ആയതുകൊണ്ട് അതിൻ്റെ നമ്മൾ കോൺസെൻട്രേഷൻ എഴുതാറില്ല. അവിടെയുള്ള പാർഷ്യൽ പ്രഷർ, ആ ഡിവൈസിൽ അവിടെയുള്ള ഹൈഡ്രജൻ ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ആണ് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് നമ്മൾ മുകളിൽ എഴുതി, ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്. റിയാക്റ്റന്റ് ആരാണ്? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ് അല്ലേ? H പ്ലസ് ആണ് റിയാക്റ്റന്റ്. കോഎഫിഷ്യന്റ് ഉണ്ട്, അത് പവർ ആയിട്ട് കൊടുക്കുക, H പ്ലസ് സ്ക്വയർ. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എപ്പോഴും സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ 1 ബാർ ആയിരിക്കും. ഓക്കെ, 1 ബാർ ആയിരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി ഷോർട്ട് ആക്കാം. E is equal to E0 മൈനസ് 0.0591 ബൈ N. N എന്ന് പറയുന്നത് 2 ആണ്. log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് നോൺസ് ഇക്വേഷൻ ഫോർ ഷീ. അപ്പൊ എവിടെയെങ്കിലും ഷീയുടെ നോൺസ് ഇക്വേഷൻ എഴുതേണ്ടി വന്നാൽ നമ്മളിത് പഠിച്ചു വെച്ചാൽ മതി. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതങ്ങോട്ട് 1-2 പ്രാവശ്യം എഴുതി നോക്കിയാൽ നമുക്കിത് ബൈ ഹാർട്ട് ആവും. അപ്പം ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിനെ pH-ഉമായിട്ട് കണക്ട് ചെയ്യാം. pH-ഉമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇക്വേഷൻ എടുത്താൽ നമുക്ക് pH-ഉമായിട്ട് കണക്ട് ചെയ്യാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ
ഒരു ഇലക്ട്രോൺ വരുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് H++1 ഇലക്ട്രോൺ ഗിവിങ് ഹാഫ് H2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ എടുത്താൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ബൈ ഇവിടെ n എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. ഈ ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. n ലോഗ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ, ഇവിടെ കോഎഫിഷ്യന്റ് ഉള്ളത് കൊണ്ട് അത് റേസ് ടു ഹാഫ് ആയിട്ട് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് H+, പവർ ഒന്നും കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലാത്ത കാരണം പവർ എന്താണ് ഇവിടെ? 1 ആണ്. ഓക്കെ, ഇനി അഗെയിൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ 1 ആയതുകൊണ്ട് മോളിലത്തെ ടേം E0 മൈനസ് 0.0591 ഇൻറ്റു 1 ബൈ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാവും അല്ലേ? ഇങ്ങനെയാവും. ഇനി നമ്മൾ ഇതൊന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു E0, ഈ മൈനസിനെ ഞാൻ ഈ 1 ബൈ ലോഗിനെ മോളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കറിയാം 1 ബൈ ലോഗ് 1 ബൈ എക്സിനെ മൈനസ് ലോഗ് എക്സ് എന്ന് എനിക്ക് എഴുതാം അല്ലേ? ലോഗ് 1 ബൈ എക്സിനെ മൈനസ് ലോഗ് എക്സ് എന്ന് എനിക്ക് എഴുതാം. അപ്പൊ ഇവിടെ അതുപോലെ എഴുതുവാണെങ്കിൽ എന്ത് വരും? 1 ബൈ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+നെ എനിക്ക് നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് എഴുതി കൂടെ? എഴുതാം. ഇനി നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ pH? ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേമിനെ മൊത്തത്തിൽ നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? pH ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടോ? അപ്പൊ ഇതെന്താവും? ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ഇൻറ്റു pH എന്ന് ചെയ്താലും മതി. അവിടെ എടുത്തിരിക്കുന്ന ആസിഡിന്റെ pH എത്രയാണോ ആ pH വച്ചിട്ടും നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലാത്ത പൊട്ടൻഷ്യൽ ഓഫ് ഷി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും യൂസിങ് നേൺസ് ഇക്വേഷൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ, നേൺസ് ഇക്വേഷൻ ഫോർ എനി അതർ സെൽ, ഏത് സെല്ല് തന്നാലും നേൺസ് ഇക്വേഷൻ എഴുതാനും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നേൺസ് ഇക്വേഷൻ ഫോർ ഷി, ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലം സെഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്